Momma's dishwash liquid. Soft on hands. രാജസ്ഥാനിൽ ബി.ജെ.പിക്ക് വമ്പൻ തോൽവി. രാജസ്ഥാനിലെ നഗരപ്രാദേശിക സമിതികളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിലാണ് ബി.ജെ.പിക്ക് വമ്പിച്ച തോൽവി നേരിടേണ്ടി വന്നത്. 1775 വാർഡ് കൗൺസിൽ പോസ്റ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ 620 സീറ്റുകളിൽ കോൺഗ്രസ് വിജയിച്ചപ്പോൾ 595 സീറ്റുകളിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥികളും വിജയിച്ചു കയറി. 548 സീറ്റുകൾ ലഭിച്ച ബി.ജെ.പി മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ടു. സ്വതന്ത്രരെക്കാളും സീറ്റുകൾ കുറഞ്ഞത് ബി.ജെ.പി ദേശീയ നേതൃത്വത്തിന് വലിയ ആശങ്കയാണ് സൃഷ്ടിച്ചിരിക്കുന്നത്. 2018 നിയമസഭാ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ ഭരണം നഷ്ടപ്പെട്ട ബി.ജെ.പി തദ്ദേശ തെരഞ്ഞെടുപ്പിലൂടെ ഒരു തിരിച്ചുവരവിന് ശ്രമിക്കുമ്പോഴാണ് ഈ കനത്ത തോൽവി, അതും മൂന്നാം സ്ഥാനത്തേക്ക് തള്ളപ്പെട്ട്. 620 സീറ്റുകളിൽ വിജയം നേടിയതോടെ രാജസ്ഥാനിൽ വീണ്ടും കോൺഗ്രസ് നിലയുറപ്പിക്കുകയാണ്. 12 ജില്ലകളിലായി നടന്ന തെരഞ്ഞെടുപ്പിൽ ബഹുജൻ സമാജ്വാദി പാർട്ടിയുടെ 7ഉം CPI, CPM എന്നിവയുടെ 2 വീതവും രാഷ്ട്രീയ ലോക് താന്ത്രിക് പാർട്ടിയുടെ 1 സ്ഥാനാർത്ഥികളുമാണ് വിജയിച്ചത്. 2622 പോളിംഗ് ബൂത്തുകളാണ് തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കിയിരുന്നത്. 14.32 ലക്ഷം വോട്ടർമാരുണ്ടായിരുന്ന സംസ്ഥാനത്ത് ആകെ 7249 പേരാണ് മത്സരിച്ചത്. ഈ മാസം 20-നാണ് ഇനി ചെയർമാൻ തെരഞ്ഞെടുപ്പ്. 21-ന് വൈസ് ചെയർമാൻ തെരഞ്ഞെടുപ്പും നടക്കും. രാജസ്ഥാനിലെ അടുത്തിടെ നടന്ന പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പിയാണ് നേട്ടമുണ്ടാക്കിയിരുന്നത്. പഞ്ചായത്ത് രാജ് തെരഞ്ഞെടുപ്പിൽ 12 ബി.ജെ.പി വിജയിച്ചപ്പോൾ 5 മാത്രമാണ് കോൺഗ്രസിന് വിജയിക്കാനായത്. അന്ന് രാജസ്ഥാനിൽ കോൺഗ്രസിന്റെ കാലം കഴിഞ്ഞെന്ന് പറഞ്ഞവർക്കുള്ള മറുപടി കൂടിയാണ് നഗരപ്രാദേശിക സമിതികളിലേക്ക് നടന്ന ഈ തിരഞ്ഞെടുപ്പിലെ കോൺഗ്രസിന്റെ വമ്പൻ വിജയം. നേരത്തെ ബി.ജെ.പി തങ്ങളുടെ ശക്തമായ വോട്ട് ബാങ്കായി കണക്കുകൂട്ടിയിരുന്നത് നഗരപ്രദേശങ്ങളിലെ വോട്ടുകളാണ്. പലയിടത്തും ബി.ജെ.പിയെ വിജയിപ്പിച്ചത് നഗര വോട്ടുകളായിരുന്നു. എന്നാൽ ഈ തെരഞ്ഞെടുപ്പിൽ രാജസ്ഥാനിൽ നഗര വോട്ടർമാർ പൂർണ്ണമായും ബി.ജെ.പിയെ കൈവിട്ടിരിക്കുകയാണ്. ബി.ജെ.പി രാജ്യത്തെല്ലായിടത്തും നഗര വോട്ടർമാരുടെ പാർട്ടിയാണ്. ഗുജറാത്തിൽ മുമ്പ് കടുത്ത ഭരണവിരുദ്ധ വികാരമുണ്ടായിട്ടും പാർട്ടിയെ അധികാരത്തിലെത്തിച്ചത് നഗര വോട്ടർമാരാണ്. എന്നാൽ രാജസ്ഥാനിൽ സ്ഥിതി മാറി. ബി.ജെ.പിയെ നഗര വോട്ടർമാർ കൈവിട്ടു. ഇത് ബി.ജെ.പിക്ക് വമ്പൻ തിരിച്ചടിയാണ് നൽകിയിരിക്കുന്നത്. കൂടാതെ 50 മുനിസിപ്പാലിറ്റികളിൽ 43 നഗരസഭാ കേന്ദ്രങ്ങളും 7 നഗരപരിഷത്ത് സ്ഥാപനങ്ങളുമാണുള്ളത്. ഇതിൽ 17 കോൺഗ്രസ് വിജയിച്ചു. ഇതോടെ തന്നെ ബി.ജെ.പിയുടെ എല്ലാ നീക്കങ്ങളും പരാജയപ്പെട്ടു. സ്വതന്ത്രരിൽ ഭൂരിഭാഗവും കോൺഗ്രസ് പിന്തുണയോടെയാണ് വിജയിച്ചത്. 30-ലധികം മുനിസിപ്പാലിറ്റികളിൽ കോൺഗ്രസ് ഭരണം നേടും. പാർട്ടിയിൽ മത്സരിക്കാൻ ടിക്കറ്റ് നൽകാത്തതുകൊണ്ട് പലരെയും സ്വതന്ത്രരായി കോൺഗ്രസ് മത്സരിപ്പിക്കുകയായിരുന്നു. ഈ നീക്കം വൻ വിജയമായി. സ്വതന്ത്രർ ബി.ജെ.പിയുടെ സാധ്യത തകർക്കുകയും ചെയ്തു. എന്തായാലും രാജസ്ഥാനിലെ ബി.ജെ.പിയുടെ തോൽവിയും കോൺഗ്രസിന്റെ മിന്നും വിജയവുമെല്ലാം കോൺഗ്രസിന് ദേശീയ തലത്തിൽ ഇനിയും പ്രതീക്ഷകൾ ബാക്കി നിൽക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള.